കേട്ടോളെ, നീ പഠിച്ചോ പഠിപ്പിച്ചൊക്കെ ഇന്നത്തോടെ മതി. എന്നെ ഒന്ന് വിട്, ഞാൻ വരുന്നില്ല. എനിക്ക് കല്യാണം വേണ്ട. ഞങ്ങൾ അറിയാതെ എന്ന് മുതലാ നിനക്ക് ഈ മാധവൻ ഉണ്ടായത്? നിന്റെ ഒരു ആരാധനാമൂർത്തി. അച്ഛാ, ഞാൻ മിണ്ടരുത്. നീ ഏത് നമ്പൂരിയുടെ ഭാര്യയാകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതല്ലാതെ ഏത് കാമദേവൻ വന്ന് എന്റെ കാൽ കീഴി കിഴിവെച്ച് സാഷ്ടാംഗം പ്രണമിച്ചാലും വിട്ടുകൊടുക്കില്ല കുത്തൻ. ഈ ടീച്ചറിന് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞേക്ക്. തടയാൻ ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറ. പട്ടാഴി മാധവനോട്. ഹലോ സർ. ഇയാളാണോ മാധവൻ? അല്ലച്ചാ, ഇത് കുഞ്ഞുണ്ണിയാ. ഇത് ടീച്ചർ സൂക്ഷിച്ചു വെച്ചിരുന്നതല്ലേ? പട്ടാഴിയിലേക്ക് വരാൻ ഇനിയും ടീച്ചർക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ഇറങ്ങണം. ധൈര്യമായിട്ട് വന്ന് കയറ്. കുഞ്ഞുണ്ണി കൊണ്ടുപോകും ടീച്ചറെ. ഒരുത്തനും നമ്മളെ തടയില്ല. നീ ഇവിടെ കൊണ്ടുപോകുന്ന കാണട്ടെ. ഈ കൂത്ത് നിന്റെ അമ്മയുടെ കൂത്തമ്പലത്തിൽ വെച്ചാൽ മതിട്ടോ മണിയൻകൊട്ട പോത്തെ. അവനവന്റെ പ്രായത്തിനും ആരോഗ്യത്തിനും ചേരുന്ന അലർച്ച മതി. ഇനി അലറിയാൽ മൂത്ത് നരച്ചെന്നൊന്നും ഞാൻ നോക്കൂല. അടിച്ച് മടക്കി പോത്തുണ്ടി ഡാമിൽ എറിയും. വാസോ, അടിച്ച് കൊല്ലടാ രണ്ടരയും. എന്താടാ? ജനിപ്പിച്ച തന്തയെ മോള് തള്ളി പറയണമെങ്കിൽ ഒന്നുകിൽ അച്ഛൻ അച്ഛനല്ലാതാവണം, അല്ലെങ്കിൽ മോൾ അത്രയ്ക്ക് ദുഷ്ടയാവും. ഇതിലേതാണെന്നുള്ളത് തെക്കോട്ട് തലവെക്കുന്നതിന് മുമ്പ് കാരണവർ ആലോചിച്ച് തീരുമാനിക്കും. രുദ്രാക്ഷം കഴുത്തിലല്ല, മനസ്സിലാണ് വേണ്ടത്. കേട്ടോ മോണിയൻകോട്ട് രാവണം. ഒന്നുകിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. രണ്ടായാലും എനിക്ക് വിരോധമില്ല. അയ്യോ, അതാരാ കുഞ്ഞുണ്ണിയുടെ കൂടെ? മനസ്സിലാവണില്ല. അതാണ് ആത്തേമ്മ. ചെന്ന് വേഗം പെർഫോമൻസ് തുടങ്ങിക്കോ. ആരാണാവോ? അമ്മേ. ഹായ്, എന്താ കുട്ടി? ഏതാ? അമ്മ എന്നെ ശപിക്കരുത്. പാർവതി, ഈ കുട്ടി ഏതാ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഈ കാണാലോ, അമ്മയ്ക്കും ചിറ്റശിക്കും ഇനി കണ്ണ് നിറയെ കാണാം. ഇത് മിത്ര നമ്പൂതിരി, നമ്മുടെ ഇവിടുത്തെ സംസ്കൃത കോളേജിലെ ടീച്ചറാ. പഠിച്ചത് അവിടെ തന്നെ. ആദ്യമേടെ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതായിരിക്കും. നന്നായി വരൂ കേട്ടോ. ഏതാ ഇല്ലം? അത് മണിയാമ്പള്ളി. മണിയാമ്പള്ളി മണിയാമ്പള്ളി കേട്ടിട്ടില്ലേ? മണിയാമ്പള്ളി ഇല്ലം കേട്ടിട്ടില്ലേ? ഇല്ല. ഇപ്പൊ കേട്ടല്ലോ. ഇനി മനസ്സ് തുറന്നങ്ങോട്ട് അനുഗ്രഹിക്കുക. എന്നിട്ട് അമ്മയുടെ അരയിലിരിക്കുന്ന ആ താക്കോൽക്കൂട്ട് എടുത്ത് ടീച്ചറെ ഏൽപ്പിക്കുക. ഈ നിൽക്കുന്നതേ അമ്മയുടെ പുത്രവധുവാ. എന്താ? ബോംബ് പൊട്ടി. ഇനി മുതൽ ടീച്ചറാ ഇവിടുത്തെ ആത്തേമ്മ. ശിവ ശിവ, എന്തായി കാണുന്നത്? എടാ, എന്ത് തോന്നിയാസം കേട്ടാന്നായോ നിനക്ക്? കിരാവൻ ഇല്ലത്തിന്റെ അന്തസ് കെടുത്തില്ലോ നീ. ഞാൻ കിരാതനും കാട്ടാളിനും ഒക്കെയാ സമ്മതിച്ചു. പക്ഷേ ഇതെന്റെ വധുവല്ല. പിന്നെ ഇത് അമ്മയുടെ മൂത്ത മകന്റെ വേളിയാ. പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരിയുടെ സഹധർമ്മിണി. എന്താ, ആർക്കൊന്നും മനസ്സിലായില്ലേ? ശിവ ശിവ ചോദിച്ചു നോക്കൂ. ഇവൻ പറയണതൊക്കെ നേരാ? അതെ. മാധവ, മാധവ, കേശവ. വൈകിപ്പോയി. ഇനി വിചാരണ വിളിച്ചോദ്യമൊന്നും വേണ്ട. വേണം. അവന്റെ മനസ്സറിയണോ എനിക്ക്? അറിഞ്ഞു. ദുരഭിമാനം വാതുറക്കില്ല, പക്ഷെ വാത്സല്യം മനസ്സ് തുറക്കും. കുഞ്ഞുണ്ണിക്ക് അത് കേൾക്കാം. അതേ കുഞ്ഞുണ്ണി കേൾക്കൂ. ഈശ്വര, പാർവതി ഒന്ന് കിടക്കണം. അയ്യോ, അയ്യോ ആത്തേമ്മ. ഉത്തരം മുട്ടുമ്പോ അമ്മയ്ക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു ബോധക്ഷയാ. അതിന് മരുന്നില്ല. ടീച്ചർ മുകളിലേക്ക് വെക്കുള്ളൂ. പാണിഗ്രഹണ മന്ത്രം ചൊല്ലി ഒരാൾ മാളികപ്പുറത്ത് കാത്തിരിപ്പുണ്ട്. കുറച്ച് ദിവസമായി. പിന്നെ ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു അനുഭൂതിയാ. തരുന്നയാൾക്കും കിട്ടുന്നയാൾക്കും.
അല്ലാതെ മനസ്സിന്റെ ഉള്ളറകളിൽ ബീജാക്ഷര മന്ത്രം പോലെ രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ളതല്ല. അനുജന്റെ ഉപദേശം ഞാനിക്കിഷ്ടാവില്ല. അതുകൊണ്ട് ടീച്ചറുടെ തലയുടെ മന്ത്രത്തിൽ ഇതോടെ ചേർത്തൊന്ന് ഓതി കൊടുത്തു നോക്ക്, ചിലപ്പോ ഗുണുണ്ടാവും. നളി, പൊയ്ക്കോ. കണ്ടുവല്ലേ, അഗ്നിയാകാനും ഹിമമാകാനും നിമിഷാർത്ഥം പോലും വേണ്ടാത്ത എന്റെ ഉണ്ണിയെ. പട്ടാഴിയിൽ ഒരു സ്നേഹപ്പാലാഴിയുണ്ടെന്ന് പറഞ്ഞപ്പോ താൻ വിചാരിച്ചു കാണില്ല അതിത്രയും ചൂടുള്ളൊരു ചെങ്കടലായിരിക്കുമെന്ന്, അല്ലേ? മുൻഷുണ്ടി ലേശം കൂടും, അത്രേ ഉള്ളൂ. ഇങ്ങനൊരു അനിയനെ കിട്ടാൻ ഈ ഏട്ടൻ സുഹൃതം ചെയ്യണം. അനിയനോ? ജനനം കൊണ്ട് ഞാൻ മൂത്തതാണെന്നേ ഉള്ളൂ, കർമ്മം കൊണ്ട് അവനാ ഏട്ടൻ. പട്ടാഴിൽ എന്തിനും ഏതിനും കുഞ്ഞുണ്ണിയാ കേമൻ. അതെനിക്കിന്ന് മനസ്സിലായി. ഇത്രയും നാള് വിളിച്ച ദൈവങ്ങളോടല്ല, ഉണ്ണിയോടാ ഞാൻ നന്ദി പറയണ്ട്. എന്താ ഇത്? ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലിനുള്ളിൽ വെച്ച് 41 ദിവസം പൂജിച്ചെടുത്ത പട്ടുതാലിയ. ഇനി ഇതിനൊരു അവകാശം ഉണ്ടല്ലോ. എന്താ ഇയാൾ ഉദ്ദേശിക്കണേ? എന്റെ കഴുത്തിൽ ഈ ചരട് കെട്ടിത്തരണം. ഇപ്പോ ഈ നിമിഷം. കൊള്ളാം. കൊട്ടും കുരവയും അഗ്നിസാക്ഷിയുമില്ലാതൊരു വേളി നടക്കട്ടെ, അതാവും യോഗം. എന്നാലും 1000 കർഗഹോമങ്ങളുടെ ബലമുണ്ട് എന്റെ ഉണ്ണിയുടെ ആശീർവാദത്തിന്. അത് മതി, എനിക്കത് മതി. ചെമ്പറയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചോ? ഈ യാത്ര ഞാനായിട്ടല്ല, ഈശ്വരൻ നിശ്ചയിച്ചതാണ്. മാധവൻ പോയിരിക്കും. പടനിലത്തിന്റെ എതിർവശത്ത് നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ്. നിനക്ക് കരയാം, ചെമ്പ്ര ഇനി ശ്മശാന ഭൂമിയാകാൻ അധികം കാലമില്ല. ഒരു താത്രിക്കും രക്ഷിക്കാൻ കഴിയില്ല ചെമ്പ്രയെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. കുളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചെന്നാണ് റിപ്പോർട്ട്. നെല്ലൂർ മന വിൽക്കാനൊരു നീക്കമുണ്ടെന്നറിഞ്ഞു. മന പൊളിച്ചു മാറ്റാനേ പ്ലാൻ. ഒരു ഗ്രഹം ഭൂമിക്ക് മുകളിൽ നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല, അതിന്റെ കണക്കും ഈശ്വരന്റെ കയ്യിലാണ്. ഒന്ന് പെട്ടെന്നാവട്ടെ, നേരെ അങ്ങോട്ടിട്ട്. ആ പടവ് വരെ അങ്ങോട്ടിട്ട്. ആ ഇതോടെ നശിക്കട്ടെ ചെമ്പ്രയുടെ ദുഷ്കീർത്തി, ദുശകുനം. നിന്ന് കത്തട്ടെ, ദാ അസ്ഥിവാരം വരെ ചാമ്പലാവണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ബ്രഹ്മഹത്യയാണ്. എല്ലാവരും മനസ്സിൽ അഷ്ടാക്ഷരി അങ്ങനെ ജപിച്ചോളുക. ഇനി ഒട്ടും അമാന്തം വേണ്ട, അതിനങ്ങിട്ട് അമർത്തുക. എന്താ ഇത് പൊട്ടാത്തെ? എന്താ എന്ത് പറ്റി നോക്കട്ടെ.
മക്കളുടെ മൂഢത മാർപ്പാക്കണം. അത് ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. ഒന്നും ഞെക്കി നോക്ക്. ഒരക്ഷരം വേണ്ടി പോരുത്. മണ്ട ഗണേശൻ, കണ്ണു തുറന്ന് നോക്ക്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ, ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ, ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. ഏതായി അവതാരം? 10 അവതാരങ്ങളും ആണുങ്ങളായിരുന്നു. ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത മണിയങ്കോട്ടെ അച്ചിക്കോന്തന്മാർക്ക് പുരുഷ പ്രജകളെ കണ്ടാൽ കണ്ണിൽ ഇരുട്ട് കയർ പിച്ചും പേയും പറയും. മാധവൻ, പട്ടാഴി മാധവൻ. ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്ന? അച്ഛനും മക്കളും വെച്ച പടക്കൊന്തേ പൊട്ടിയില്ലേ? രാവിലെ ഇല്ലത്തുനിന്ന് ഇറങ്ങുമ്പോ നെല്ലൂർമനെ കാറ്റത്ത് ധൂളിയാക്കി പറത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചു അല്ലേ? എനിക്ക് നെല്ലൂർമനെ ഇതുപോലെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അത് തടയാൻ മാത്രം പോന്നവരല്ല മണിയങ്കോട്ട മണ്ണുണ്ണികൾ. മാധവൻ, പട്ടാഴി മാധവൻ, പട്ടാഴി മാധവൻ നമ്പൂതിരി. ഭഗവാന്റെ തിടമ്പ് പോലെ ചൈതന്യമുള്ള പട്ടാഴി മാധവൻ എന്തിനാ തിടുക്കപ്പെട്ടിപ്പ് ഇങ്ങോട്ട് വന്നത്? മന വാങ്ങാനോ അതോ കുഞ്ഞുണ്ണിയുടെ കൊലയറ കാണാൻ? 5 പ്രാണനും അലറിക്കരഞ്ഞപേക്ഷിച്ചാലും ഈ ദയന് ഞാൻ ആവർത്തിക്കില്ല. ഒരു ദിവസം അവസാനിപ്പിക്കും നിന്റെയൊക്കെ ധാർഷ്ട്യം ഞാൻ. പക്ഷേ അന്നും തീരില്ല എന്റെ വ്യസനം. അവനെ വിടുക. എന്താ വേണ്ടത് നിനക്ക്? എനിക്ക് വേണ്ടത് ഒന്നൊന്നായി ഞാൻ കൊണ്ടുപോകും. അതുവരെ കണ്ടുപോകരുത് ഒന്നിനെയും ഈ മുറ്റത്ത്. ഗുരുനാഥർ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പോവാ മുറ്റത്തുനിന്ന്. നീ ആരാടാ അത് പറയാൻ? നെല്ലൂർമനയുടെ ആധാരം തൊട്ടുപോകരുത് എന്റെ കുട്ടികളെ. അവരിൽ നിന്ന് കിട്ടിയതുപോലെ ഇരിക്കും. ജീവച്ഛവമായി കിടക്കാൻ എണ്ണപ്പാത്തികൾ ഇനിയുമുണ്ടല്ലോ മണിയങ്കോട്ട്. ആധാരം കാണണോ? നല്ല ഒറിജിനൽ ആധാരം കൈവശമുള്ള അവകാശിയെ കാണുമ്പോൾ ഉള്ളുകാളിൽ താഴെ വീഴരുത് മണിയങ്കോട്ടുകാരനവര്. ഷാരടി മാമേ, ഒന്ന് കാട്ടിക്കൊടുക്ക്. നെല്ലൂർമനയുടെ അവകാശി തുളസിമണി. മനസ്സിലായില്ലേ? നെല്ലൂർ ഹരിനാരായണന്റെ ഒരേ ഒരു മകൾ. ഗുപ്തൻ ഓർമ്മയില്ലേ ആ ദിവസം? അന്ന് ഹരിയുടെ തോളിലിരുന്ന 5 വയസ്സുകാരി പെൺകുട്ടിയെ ആർക്കും കൊടുത്തില്ല. മണിയങ്കോട്ട് സാവിത്രിയുടെ കണ്ണിപ്പോലും പെടാതെ ഇവളെ ഞാൻ ശാലത്തെ അടുക്കളയിലിട്ട് വളർത്തി. ദുഷ്ടഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും ഒളിപ്പിച്ചു. സൂക്ഷിച്ചു നോക്കി മുഖത്തേക്ക്. ഇത് ഹരിനാരായണന്റെ മകളല്ലെന്ന് പറയാൻ പറ്റുമോ ക്രമൂപ്പീന്? പറ്റില്ല. പാവം ഈ ശാരൻ. 7 സമുദ്രങ്ങൾക്കപ്പുറം ഒളിപ്പിച്ചിട്ടും നീ രക്ഷപ്പെട്ടില്ലല്ലോ മോളെ. എത്ര ആവാഹിച്ചിട്ടും സാവിത്രി ഇറങ്ങി വരാത്തതിന്റെ രഹസ്യം ഇപ്പൊ മനസ്സിലായി. കാത്തിരിക്കുക അവള്. ചെല്ല്, വലതുകാല് വെച്ചങ്ങട് കയറുക. ഈ തുളസിക്കതിരും സാവിത്രി പറിച്ച് തലേ ചൂടും. അതിനു മുമ്പ് സാവിത്രിയെ ചുട്ട് ഭസ്മമാക്കി നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടാവും മാധവൻ. പഞ്ചഭൂതങ്ങളും അഷ്ടദിക്കുകളും 5 സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി. ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാപ്പനി. പോ, ചെന്ന് രാശി വെച്ച് നോക്ക്. നിന്റെയൊക്കെ ലഗ്നത്തിലും ചന്ദ്രനിലും
മൃത്യു നിറഞ്ഞു നിൽപ്പുണ്ടാവും. പോ, വന്ന വഴിക്ക് പോകാൻ. മക്കൾക്ക് അച്ഛൻ വഴികാട്ടി കൊടുക്കുക. ആഴമറിയാത്ത ചുഴിയിലേക്ക് കാലെടുത്ത് വെച്ചു ഈ അച്ഛനും മകനും. ഇപ്പൊ കുട്ടനും ഷാരടി മാമ മടങ്ങിക്കോളൂ. കുട്ടേട്ടൻ 4 ദിവസം കൊണ്ട് ഇതൊരു മനുഷ്യാലയമാക്കി ഞാൻ നിന്നെ ഏൽപ്പിക്കും. അതിന് സാധിച്ചാൽ മാത്രം പട്ടാഴിക്ക് മടങ്ങും. അല്ലെങ്കിൽ എനിക്ക് ചിത കൂട്ടാൻ കിഴക്കേത്തൊടിയിലെ മാവ് പോലും വെട്ടരുതെന്ന് അമ്മയോട് പറയണം. ശവം പാഴ്വിറക് കൂട്ടി അതിലിട്ട് കത്തിച്ചു കളയണം. ബ്രാഹ്മണ ഭൂമിക്ക് ശുഭ്രനിറവും നെയ്യിന്റെ ഗന്ധവും ഉണ്ടാകും. ക്ഷത്രിയ ഭൂമി ചുവന്നതും ചോരയുടെ ഗന്ധമുള്ളതും. വൈശ്യഭൂമിക്ക് ക്ഷാരഗന്ധമുണ്ടാകും. കറുത്തതും ശ്മശാനത്തിന്റെ ഗന്ധം വമിക്കുന്നതുമായ ഭൂമി ശൂദ്രഭൂമി, പ്രേതഭൂമി. എന്റെ പഴനി മുരുക, കൊള്ളാം. ഉളിയന്നൂർ തച്ചൻ മണ്ണും മരവും കൊണ്ടെഴുതിയ കവിത. ഭൂമിയിൽ ഒരു തച്ചന് 8 തരം ഗ്രഹങ്ങൾ പണിയാം. അതെ, എന്തോ ലക്ഷണം കണ്ടിട്ട് നെല്ലൂർമന ഏതിനത്തിൽപ്പെടും? ഹിരണ്യനാഥം, സിദ്ധാർത്ഥം, സുക്ഷേത്രം ഏത്? തെക്കിനി, പടിഞ്ഞാറ്റ, വടക്കിനി, കിഴക്കിനി. 4 ചേർന്ന് നിൽക്കുന്നത് യമശൂർപ്പമല്ല, തീർച്ച. യമദൈവതം മരണം മാത്രം പ്രദാനം ചെയ്യും. അമ്പട തച്ച. അതെ, ശരവണ, പഴനിയിൽ ആറാടിയ ഭസ്മവും പഞ്ചാമൃതം ഉണ്ട്. ഒന്നും ഭയപ്പെടണ്ട, അടുക്കില്ല ധാത്രി. തിരുത്തും. എഴുതിയവനെ കൊണ്ട് തന്നെ ഈ കവിത ഞാൻ തിരുത്തിക്കും. സന്ധ്യയ്ക്ക് മുമ്പേ ഉളിയന്നൂർ തച്ചന്റെ തന്നെ താവഴിയിൽ ഒരുത്തൻ ചെമ്പറയിലെത്തും. സ്റ്റോപ്പ് എന്നുവച്ചാ നിർത്തുക. ആരാ? ഓ, ആശാരിമാരാണല്ലേ. ഇതിനു മുമ്പ് ഈ അങ്ങാടി കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ? അത് മതി. താടിയ കുപിതനാണല്ലേ? അല്ല, യു രഘുത്തമൻ. പണി അന്വേഷിച്ചു വന്നതായിരിക്കും. താൻ ഞങ്ങൾക്ക് പണി തരണ്ട. ചെമ്പറയിൽ എന്റെ ഗുരുനാഥനുണ്ട്. അവിടേക്കുള്ള വഴി പറഞ്ഞു തരൂ. ചോരകണ്ണ. മര്യാദ കെട്ടവരെ, നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ. വിഷരാജനാ ഞാൻ. നിലവിളിച്ച് മരിക്കാതിരിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതാ. ഒരു വിഷഹാരി. തനിക്ക് വിഷ ഊതി ഇറക്കാനേ അറിയാവൂ, തുപ്പാൻ അറിയില്ല. അച്ചോ,
ആശാനെ കളിക്കാത്ത പാമ്പ് ഏതൊക്കെ? ചത്ത പാമ്പും കടിക്കില്ല, ഫോട്ടോയിൽ കാണുന്നതും കടിക്കില്ല. പാമ്പല്ല, മീന. ആശാനെ കടൽ പാമ്പിനെയും കരപ്പാമ്പിനെയും കണ്ട എങ്ങനെ തിരിച്ചറിയാം? പാമ്പിനെ പിടിച്ച് വെറുതെ നക്കി നോക്കുക. ഉപ്പുരസം ഉണ്ടെങ്കിൽ അത് കടൽ പാമ്പ്. ഏഭ്യൻ. ഇത് കാടോ അതോ വീടോ? രണ്ടായാലും നല്ല തടിക്കോളുണ്ട്. ഇതോടെ നമ്മുടെ അരിഷ്ടതകളൊക്കെ അങ്ങോട്ട് നീങ്ങാൻ പോവാ. നമ്മുടെ അല്ല, നിന്റെ പട്ടാഴി നമ്പൂതിരി പണിക്ക് വിളിച്ചത് നിന്നെ അല്ല, ഇന്നെയാ. പോഴൻ. ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേരിട്ട് കളയും ഞാൻ. എന്തോ ആരോ വിളിച്ചു എന്ന് തോന്നുന്നു. വരിക. അയ്യോ ആശാനെ, മുള്ള് ഇവിടെ വെച്ച് വേണ്ട, അങ്ങോട്ട് മാറി നിന്ന് മുള്ളുക. അതല്ല, കാലി മുള്ള്. കാലിലെങ്ങനെ മുള്ളിയാ കൊന്നു കളയും ഞാൻ. ആശ വരിക. ആശാനെ, ഒരു ശ്മശാന മൂകത. ഇവിടെ ആരും ഇല്ലേ? ഞാനിവിടെ നിൽക്കുന്നത് കണ്ടൂടാടാ തെണ്ടി. അതിപ്പോ ഞാൻ അവിടെ ആരും ഇല്ല. എന്നാ അവിടെ ആരും ഇല്ലെന്ന് ചോദിക്ക. അവിടെ ആരും ഇല്ലേ? നോക്ക നക്കാനോ? എന്തോ തിന്നാൻ കൊണ്ടുവരുവാ. ഉണ്ണിയപ്പോണെങ്കിൽ ഞാൻ എടുക്കും. മനസ്സിലായില്ല. അന്തപുരത്തിലെ അമ്മച്ചിയുടെ പേരെന്താ? ഞാൻ അനന്തൻ. ഞാൻ അനന്തനോ? അനന്ത പത്മനാഭൻ. അമ്മച്ചയല്ല. എന്നാൽ അകത്തേക്ക് പോയി പറയാ, ഉളിയന്നൂർ ആശാരി വന്നിരിക്കണൂന്ന്. വെറും ആശാരിയല്ല, മൂത്താശാരി. അത്ര മൂത്തിട്ടൊന്നും ഇല്ല. നല്ല അരളി പൂത്ത മണം. അരളിപൂത്ത മണമല്ല, പിന്നെ അവിടെ ആണലി പെറ്റെടുത്ത മണോ. എന്താ കാണണം? അയ്യോ പാമ്പ്, നീ അങ്ങോട്ടോട്, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടാം. വടക്കിന് കൂടാതെ മറ്റു ഗ്രഹങ്ങൾ ഉണ്ടായാൽ അതിനെ ഹിരണ്യനാഭി എന്ന് പറയും. ഇത്തരം ഭവനങ്ങളിൽ പാർത്താൽ സർവൈശ്വര്യങ്ങളും ധനപുഷ്ടിയുമാണ് ഫലം. പക്ഷേ നമുക്ക് അധ്വാനിക്കേണ്ടി വരും. പാമ്പ് വേലാതിന്റെ വീട്ടിലേക്കാണ് പണിക്ക് വിളിച്ചതെന്ന് അറിയില്ലായിരുന്നു. അമ്മായി അമ്മ പെറ്റ് കിടക്കുന്ന പോലെയല്ല ആണല്ലേ പെറ്റ് കിടക്കുന്ന കാര്യം പറയുന്നേ. സ്വാമി ഉളിയന്നൂർ തച്ചൻ എന്ന് പറയും. ഉളിയന്നൂർ തച്ചൻ ഉളി പിടിക്കുമ്പോൾ കൈവിറയ്ക്കോ? ഇല്ല, ഉളി വിറയ്ക്കും. ആരോടാണോ നിന്റെ തമാശ? അതെ, ഉളിയന്നൂർ തച്ചന്റെ താവഴിക്ക് വികടത്തം പൈതൃക സ്വത്താണ്. അതിന് ഈ ഭൂമി മലയാളത്തിൽ മരുന്നില്ല. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വിളിപ്പിച്ചത്. എന്തിനാണാവോ? മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ തെറ്റാതെ ചൊല്ലാൻ അറിയാമോ? അറിയാമോന്ന്. തെറ്റു പറ്റിയാൽ 100 ആവർത്തി ഇമ്പോസിഷൻ എഴുതിക്കോളാവേ. ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാവൂ. വ്രതമുണ്ട്. എന്നെ കുളത്തിക്കൊണ്ടിട്ട കുളത്തിലെ മീനുകളെല്ലാം ചത്ത് പെരുവും. നിശ്ചയ. അറിയോ ദ്രോണരുടെ കയ്യിൽ ഇതിലും വലിയ ദിവ്യായുധങ്ങളുള്ള കാര്യം? മുമ്പ് ചതിച്ചപ്പോൾ ഇതെന്നെ ചതിക്കില്ലടാ. ഏട്ടാ, ജ്ഞാനികളെ ഉണ്ട കൊണ്ടല്ല ബുദ്ധി കൊണ്ട് വേണം കൊല്ലാൻ. ഏട്ടനിപ്പോ തൊഴുത്തിലേക്കില്ലേ? ഏട്ടനെ കാണാൻ വല്ലപ്പുഴയിലെ പോത്തോട്ടക്കാരനില്ലേ കെല്ലാ മുഹമ്മദ് പുള്ളി വന്നിരിക്കുന്നു. ചെല്ല്. ദ്രോണരുടെ നേർക്ക് ജയേട്ടൻ ഉന്നം പിടിച്ചു നിന്നാലും ഈ തോക്ക് പൊട്ടില്ല. അല്ലേ ഗിരിശേട്ടാ? അതെന്താ? നെല്ലൂർ മന ഭദ്രമായിരിക്കേണ്ടത് സാവിത്രിയുടെ ആവശ്യമല്ലേ? സാവിത്രിയുടെ മാത്രം. സാവിത്രി ഞാൻ ജപിക്കുന്നത് അതേപോലെ ആവർത്തിക്കുക എല്ലാവരും. നേരത്തെ പറഞ്ഞു ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന്. ഇപ്പൊ പറയുന്ന ആവർത്തിക്കണമെന്ന്. ഞാനിതിൽ ഏതാ വിശ്വസിക്കണ്ടേ? എന്റെ മണി. കുശവ, ആചാര്യം പറഞ്ഞ അനുസരിച്ചാ മതി. ഓ, പൂർവാഗ്നേയീ ദക്ഷിണാച പൂർവാഗ്നേയീ ദക്ഷിണാച
നൈര്യതി പശ്ചിമ തഥാ വായവി ചോത്തരൈ ശാനി ദിശ അഷ്ടവിമാ സ്മൃത ആരും കണ്ണു തുറക്കരുത്. എന്ത് ശബ്ദം കേട്ടാലും ജപം നിർത്തരുത്. ചോര കണ്ടാൽ ഞെട്ടരുത്. ധീരരായ എന്റെ ശിഷ്യന്മാർ പോലും ഭയന്നിരിക്കുന്നു. ഇനി മതിയാക്ക നിന്റെ വായ്പാട്ട്. ആയുധപ്രയോഗം ബ്രാഹ്മണനെ വിധിച്ചിട്ടുള്ളതല്ല. എങ്കിലും ഞാനത് ചെയ്യും. അറുത്തെടുക്കും നിന്റെ നാവ് ഞാൻ. നീ മുടിയടിച്ചിട്ട് കൂളിയെപ്പോലെ കൂവി ആരെയും നീ പരിഹസിക്കില്ല. ഓം വിശ്വകർമ്മണ്യേ നമഃ. ഇനി നിന്റെ നാവ് ചലിക്കില്ല. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. രാത്രിയായി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടു മടുത്തു. ദാഹിക്കുമ്പോ ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലല്ലേ രക്തം കുടിക്കുന്ന ചരക്കകത്ത് കൂടിയിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ജീവിതം വവ്വാല് ചപ്പിയ മാങ്ങ. അവിടെ നിൽക്ക. തിരിഞ്ഞു നോക്കില്ല ഞാൻ. ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ട് കിണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. മുതലായിട്ടല്ല. കൂലി തന്നില്ലെങ്കിൽ തച്ചന്റെ ശാപം നിങ്ങളുടെ തലയിരിക്കും. എന്നാൽ വരട്ടെ. നീ പോവില്ല രൗത്തമ. ഗുരുവിന്റെ സമ്മതമില്ല. നീ മനയുടെ അതിർത്തി കടക്കില്ല. കടന്നാൽ നിന്റെ രണ്ടു കാലും തളർവാദം വന്ന് ശോഷിച്ച് ഈർക്കിൽ പോലാകും. ശിഷ്ടകാലം ഭൂമിയിൽ പാമ്പിനെ പോലെ ഇഴഞ്ഞു നടക്കും. നീ ഓർത്തു നിൽക്കുക. അതിനോട് ആരാ പോന്നെ? അളയെ നിൽക്ക. ഞാൻ എന്നെ കൊന്നിട്ട് പോവര്. നോക്കുക. നിനക്ക് ഗുരു ഉണ്ട് പോകൂടാ. എന്റെ മുത്തച്ഛൻ കോപ്പൻ. അയാള് പണിത വീടാത്രേ. അന്നേ രണ്ട് ഉത്തരവും ഇതിന്ന് ഒരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ ഈട്ടിക്കും തേക്കനൊക്കെ എന്താ വില? എന്തോ കിലുങ്ങുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്നോണ്ടായിരിക്കും. ഇരിക്ക. യമനെ കൊന്നിയാമ്പ കൊമ്മിട്ടിരിക്കുന്ന പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും. സാവിത്രി അമ്മേ, എന്നെ കൊല്ലരുത്. ഞാൻ സാവിത്രിയല്ല, തുളസിയാ. അതിനിടയ്ക്ക് പേരും മാറ്റിയോ? മാധവേട്ടനില്ലേ? അടുത്തു വരരുത്. അടുത്തു വന്നാൽ പേടിച്ച് മൂത്രമൊഴിച്ചു കളയും ഞാൻ. മാധവേട്ടൻ എവിടെ? മാധവേട്ടൻ എവിടെ? മാധവേട്ടനോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തലയ്ക്ക് വെളിവില്ലാത്ത മൂന്നാല് നമ്പൂരി ചെക്കന്മാരെ പിടിച്ച് അടുപ്പിന് ചുറ്റും ഇരുത്തിയിട്ട് സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് കുറച്ച് എണ്ണയും കോരി ഒഴിച്ചാൽ ഒരു യക്ഷിയെ തളയ്ക്കാൻ പറ്റില്ല. യക്ഷിയെ തളയ്ക്കണമെങ്കിൽ ഏഷ്യാനെറ്റിലെ കടമറ്റത്ത് കത്തനാർ തന്നെ വരണം. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ കത്തനാർ സീരിയലിൽ കണ്ടിട്ടുണ്ട്. അതിലാണെങ്കിൽ ഒരു കൊച്ചു കിണറ്റിൽ വീണ് ചത്തപ്പോ കത്തനാർ ഇങ്ങനെ വടിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുള്ളൂ. ആ കൊച്ചു ജീവനോടെ കയറി വന്നു. അത് ഏഴില്ലാതെ. നിർത്ത. തുളസി, തുളസിയെ കൊണ്ടാക്കാൻ ആരും വന്നില്ല. വരിക. ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ഉറക്കം. എന്താ ദേവിടെയുണ്ട്? ഒന്നും എടുത്തു ചാടി അങ്ങോട്ട് ചെയ്യണ്ട. ക്ഷോഭിക്കേണ്ട നേരമല്ലിത്. നെല്ലൂർ മണ്ണ് ഉണ്ണി നമ്പൂരിക്ക് വേണ്ട ചെയ്യാ.
ആ മോഹം മനസ്സിൽ നിങ്ങടെ മുറിക്ക. അച്ഛാ, രാജീവൻ വല്ലാതെ അങ്ങ് മോഹിച്ചു പോയി. എന്റെ മോളെയോ ചെമ്പ്രയിലെ മണ്ണോ? അല്ലാതിപ്പോ ചെമ്പ്രയിലെ പെണ്ണും ചെമ്പ്രയിലെ മണ്ണും രാജീവിന് വേണം, അല്ല രാജീവ? ഗൗരി എവിടെ? ഗിരീഷൻ എവിടെ? ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവൂ. ഗിരീഷ, ഗിരീഷ! ഏടത്തി, ഹായ്, ആരാ ഇത്? പട്ടാഴിയില്ലത്തെ ആത്തയമ്മയോ? ഇവിടെ നിന്റെ ഏതടത്തി ഇരിക്കണത്? പടിയിറങ്ങി പോയ മൂശട്ടെ. അച്ഛാ, ജയേട്ടാ, ഇങ്ങോട്ടൊന്ന് വേഗം വരിക. അനിയത്തി. ആഹാ, എന്താണ് നിനക്കിവിടെ കാര്യം? എടി എന്താണ്? അച്ഛന്റെ ആംഗ്ലമാരുടെ മുഖത്ത് ചവിട്ടി തേച്ച് ഇറങ്ങിപ്പോയല്ലേ നീ? മറന്നിട്ടില്ലൊന്നും. നേർന്നെറിയും കെട്ടവളെ. കണ്ടില്ലേ അച്ഛാ? ഇറക്കി ഇവിടെ പിഴച്ചവളെ. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ഗുപ്തനും മക്കളും ചത്തു നശിച്ചോന്ന് കണ്ടുറപ്പിക്കാനാ? അപ്പൊ ഉറപ്പാണ് അച്ഛന് എല്ലാം നശിക്കൂന്ന്. അവന്റെ അച്ചിപ്പണി ചെയ്ത് നടക്കുന്ന നീ ഞങ്ങളെ ശപിക്കുന്നോടി. അച്ഛാ, ഈശ്വരനെ കരുതി, എന്നെ കരുതിയിട്ടല്ല, അച്ഛന്റെ ഏട്ടന്മാരുടെ നന്മയ്ക്ക് വേണ്ടിട്ട് പറയാ. മുഖവുര വേണ്ട. മാധവേട്ടനോട് ചണ്ടയ്ക്ക് നിൽക്കരുത്, എന്റെ ഒരു അപേക്ഷയാണ്. കേട്ടില്ലേ? ഇവള് പറഞ്ഞെന്റെ പൊരുളച്ഛന് മനസ്സിലായില്ലേ? നമ്മുടെ ചോരയ്ക്ക് വേണ്ടി ഇവള് ദാഹിക്കുന്നു. ലക്ഷണം കൊള്ളാം. ആദ്യം യുദ്ധം ചെയ്യാൻ കടവ് കടന്ന് വേളിക്കാരൻ വരുന്നു, പിന്നാലെ സമാധാന ദൂതുമായി സഹധർമ്മിണിയെ പറഞ്ഞയക്കുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? മക്കളെ, പട്ടാഴിക്ക് ഭയം ബാധിച്ചിരിക്കണോ? മടങ്ങിക്കോളാ, ഇല്ലെങ്കിൽ നിന്റെ ശവം കൊണ്ട് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പൊടി മൂദേവി. കംസജന്മം എത്ര അനുഭവിച്ചിട്ടും മതിയായിട്ടില്ല അല്ലേ? അതേടി, ഞാൻ കംസൻ തന്നെയാ. ഈ അടിവയറ്റിലൊരു കൃഷ്ണുണ്ണി വളരുന്നുണ്ടെങ്കിലേ വലുതാമ ഇങ്ങോട്ട് പറഞ്ഞു വിട. ഈ ജയൻ ഇവിടെ തന്നെ ഉണ്ടാവും. ബാക്കി അവനോട്. അത്രയും ആയുസ് നിനക്കില്ല ജയ. തൊടില്ല നീ. വഴിതെറ്റിയിട്ടായാൽ പോലും ജീവിതത്തിൽ ഒരിക്കലും ഇനി ഈ മുറ്റത്ത് കാലുകുത്തരുത്. മനസ്സിലായോ? അനന്താ, ഇത്രയും വണ്ടിയിലേക്ക് കൂട്ടിക്കോളൂ. ഏതൊരു പെണ്ണിനും സ്വന്തം വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുമ്പോ ഒരു വിശ്വാസമുണ്ട്. എത്ര വെറുത്താലും അവമാനിച്ചാട്ടി ഇറക്കി വിടില്ല. നിങ്ങളത് തകർത്തു. വെറി പിടിച്ച നിങ്ങളുടെ മനസ്സ് പിതൃസ്ഥാനത്തിന്റെ മഹത്വം മറന്നുപോയിരിക്കുന്നു. സൂക്ഷിച്ചോ ചിത്രഗുപ്ത, നിങ്ങളുടെ കൈവെള്ളയിൽ 1000 രേഖ. സാവിത്രി, ഇവന്റെ നെഞ്ചു വലിച്ചു കീറി ചങ്കെടുത്തെന്റെ മുന്നിൽ വെച്ചു തരൂ, എങ്കിലേ എനിക്ക് തൃപ്തിയാവൂ. പെറ്റ തള്ളയെ വിളിച്ച് നെഞ്ചിലിടിച്ച് ഓരിയിടാൻ ഇനിയും അവസരമുണ്ടാവും. അപ്പ മതി മുക്ര. ഓ, ഇതാണല്ലേ ആ മാതാമഹൻ, കാരണവരുടെ വാടക കൊലയാളി. ഒളിസേവയ്ക്കിറങ്ങുന്ന ഈ ദുർദേവതയെ കണ്ടാൽ രണ്ടായി വലിച്ചു കീറും മാധവൻ. ഓർത്തോ?